പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. മലയാളം ഫസ്റ്റും സെക്കൻഡും നമുക്ക് പരീക്ഷ ഒരു ദിവസം തന്നെയാണ്. 19-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ നമുക്ക് ഈ വർഷം പാഠപുസ്തകങ്ങളെല്ലാം മാറിയിരുന്നു. കൂട്ടുകാർക്ക് നന്നായി തയ്യാറെടുക്കാനുള്ള സമയം കിട്ടിയില്ലെന്ന് അറിയാം. 2 പരീക്ഷ ഒരു ദിവസമാകുമ്പം പ്രത്യേകിച്ച് സമയം കിട്ടത്തില്ല. ഏതിനും നമുക്ക് മലയാളം ഫസ്റ്റിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് പോലെ ടീച്ചർ കഴിഞ്ഞ ടൈമിൻ്റെ എല്ലാം എടുത്തിട്ടില്ല, എന്നാലും ഏകദേശം കാര്യങ്ങൾ പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. പാഠഭാഗം നമുക്ക് കാണുന്നുണ്ട്. അനേകം അക്ഷരം എന്ന ഭാഗം വരെയാണ് പറഞ്ഞേക്കുന്നത്. പോർഷൻ പഠിക്കണമെന്നുള്ളപ്പോൾ അതുവരെയുള്ളൊരു ധാരണയിൽ എത്താൻ വേണ്ടി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും പോയിൻ്റൊക്കെ ഹാൻഡ് ബുക്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഉൾക്കൊള്ളിക്കാൻ വിചാരിച്ചാൽ ഒരുപാട് നീണ്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. കുട്ടികൾക്ക് ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് കരുതുന്നു. നിങ്ങളുടെ ക്ലാസ് ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് മലയാളം സെക്കൻഡിലും ആദ്യ ഭാഗം മുതൽ പറയുന്നില്ല. നമ്മുടെ ശാന്തിനികേതനും അതുപോലെ സ്മാരകം എന്ന കവിതയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ധാരണയുണ്ട്. യാത്രാനുഭവമാണ്. മറ്റേ സ്മാരകത്തിൻ്റെ അടിയുമായി ബന്ധിപ്പിച്ച മഹത്തായൊരാശയം പങ്കുവയ്ക്കുന്ന കവിതയാണ്. അതുപോലെ തന്നെ മണൽക്കുഞ്ഞുങ്ങൾക്കിടയിലൂടെ എന്ന പാഠഭാഗം പിന്നെ നമ്മുടെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം തന്നെ ഒരു ധാരണ കിട്ടിയിട്ടുള്ള പാഠഭാഗമാണ്. ഇവിടെ നജീബിൻ്റെ മനസ്സിലുണ്ടാക്കിയ പിന്നെ ആശങ്കയും പിന്നെ ജീവിത രീതിയും എല്ലാം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാദൃശ്യം ചിലപ്പോൾ നമ്മളെ മണിയനീച്ചയുടെ പ്രത്യേകത എന്ന ഒരു പ്രയോഗത്തിലൂടെ കണ്ടിരുന്നു. അപ്പോഴതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് കഥാപാത്ര നിരൂപണമെന്ന് ചോദിക്കാൻ വഴിയില്ല. ഇനിയുള്ള പാഠങ്ങളിൽ നിന്നായിരിക്കും അത് വരുന്നത്. അപ്പോൾ മണിയനീച്ചയുടെ പ്രത്യേകത എന്താ നമുക്കറിയാം. സുഖകരമില്ലാത്തൊരു ശബ്ദവും ചലനവുമൊക്കെ നമുക്കവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വല്ലാത്ത അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഈച്ചയുടെ മൂളലും അതിൻ്റെ ചലനവും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ നജീബിൻ്റെ മനസ്സിലുണ്ടാക്കിയ ആശങ്കയും ജീവിതവും ഭീതിയും എല്ലാം വെളിപ്പെടുത്താനാണ് ഈ സാധിച്ചെടുപ്പിലൂടെ നടത്തുന്നത്. ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നജീബിൽ ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അർബാബിൻ്റെ മോശമായ പെരുമാറ്റം, മണിക്കൂറുകൾ നീണ്ടുന്ന വിശ്രമമില്ലാത്ത യാത്ര, കത്തുന്ന വിശപ്പ്, കടുത്ത ദാഹം എന്നിവയെല്ലാം നജീബിൽ ആശങ്കയും ഭീതിയും ഉളവാക്കുന്നു എന്നുള്ള സൂചന നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ സച്ചിദാനന്ദൻ്റെ കാവ്യഭാവം നജീബിൻ്റെ അനുഭവങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് ചിലപ്പം ചോദിക്കാം. മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകം നീരവയുടെ ആഴവും ആവശ്യം തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ കിണറ്റിലെ തവള കടലിൻ്റെ വലിപ്പവും സൗന്ദര്യവും സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ള സൂചന വെച്ചുകൊണ്ട് നമുക്ക് പാഠഭാഗം സൂചിപ്പിക്കുന്ന നജീബിൻ്റെ അനുഭവങ്ങളാണെങ്കിൽ നജീബിൻ്റെ ആശങ്കകൾ, അർബാബിൻ്റെ മോശമായ പെരുമാറ്റം, യാത്രാനുഭവങ്ങൾ, പ്രയാസങ്ങൾക്കിടയിൽ നജീബിൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും എന്ന രീതി വെച്ചുകൊണ്ട് നമുക്ക് ആ പോയിന്റ് ഇങ്ങനെ ക്രോഡീകരിക്കാം. മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകം നീരവയുടെ ആഴവും ആവശ്യം തിരിച്ചറിയുന്നു. സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത കിണറ്റിലെ തവള കടലിൻ്റെ വലിപ്പവും സ്വാതന്ത്ര്യവും സ്വപ്നം കാണുന്നു. ഇതിന് സമാനമായ അനുഭവം സാഹചര്യമാണ് ഗൾഫ് യാത്രയുടെ ആദ്യ ദിനം തന്നെ നജീബിന് അനുഭവപ്പെട്ടത്. ദുരിതങ്ങൾക്കിടയിലും അർബാബിൻ്റെ കയ്യിൽ തൻ്റെ ജീവിതം സുരക്ഷിത ശോഭനവുമാണ് നജീബ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് പിന്നെ ചില പച്ച എന്ന പദങ്ങളുടെ അർത്ഥതലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പച്ചവെള്ളം എന്നതുപോലെ പച്ചയാർന്ന പദങ്ങൾ കുട്ടികൾ ക്ലാസ് സമയത്ത് കണ്ടെത്തി കാണും. ഏതിനും നമുക്ക് പച്ചവെള്ളം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചൂടാക്കാത്ത വെള്ളം, പച്ച മനുഷ്യൻ, കളങ്കമില്ലാത്ത മനുഷ്യൻ, പച്ച പരിഷ്കാരം, നമ്മൾ ഏറ്റവും പുതിയ പരിഷ്കാരം സ്വീകരിച്ചയാൾ, പച്ച മാങ്ങ, പഴുക്കാത്ത മാങ്ങ. അപ്പോൾ ഇത് ഓപ്ഷനൊക്കെ കിട്ടിയപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഏതിനും പുതിയ രീതിയിലൊക്കെ എഴുതുമ്പോൾ പരീക്ഷ വരുന്നത് ക്വസ്റ്റ്യനിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ചേരുംപടി ചേരുക അല്ലെങ്കിൽ ചെറിയ ജോഡി എഴുതുക എന്ന് പറയുമ്പോൾ നല്ല ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് 8ലും 9ലൊക്കെ നമ്മൾ 8ലും 10ലൊക്കെ ചോദ്യം കണ്ടപ്പോൾ നിങ്ങളും ആ രീതി തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നെ ഇവിടെ ആടുജീവിതവുമായി ബന്ധിപ്പിച്ചുള്ള ചോദ്യമാണ് മഴക്കുഴികടയുടെ എന്ന പാഠഭാഗത്ത് കാണുന്നത്. ഇവിടെ പിന്നെ യൂണിറ്റിൻ്റെ ശീർഷകമൊക്കെ ചിലപ്പം വെച്ചുകൊണ്ട് ചോദിക്കാം. അങ്ങനെ സൂചന മനസ്സിലാക്കുക. SKയുടെ ശാന്തിനികേതൻ എന്ന യാത്രാവിവരണ ഭാഗത്ത് ശാന്തിനികേതനത്തിലെ യാത്രാനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് ഇതിലൂടെ വ്യക്തമാകുന്നു. ഈ അറിവുകൾ അനുഭവമാക്കുന്ന അവതരണ രീതിയാണ് SK ഇവിടെ അവലംബിക്കുന്നത്. വീരാംഗയുടെ സ്മാരകം എന്ന കവിത അപ്പപ്പൻ താടിയുടെ പിന്നെ പറക്കത്തിനെ കുറിച്ചാണ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നേറുന്നവർക്ക് കാലത്തെ അതിജീവിക്കുന്ന സ്മാരകമായി മാറാൻ കഴിയുമെന്ന് അപ്പപ്പൻ താടി ഓർമ്മപ്പെടുത്തുന്നു. ലാളിത്യത്തിൻ്റെ മഹത്തായ വഴികളാണവ പഠിപ്പിക്കുന്നത്. മണൽക്കുഞ്ഞുങ്ങൾക്കിടയിലൂടെയുള്ള ദുരിതയാത്രയ്ക്കിടയിലും നജീബിന് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ജീവിതയാത്രയിലെ കാഴ്ചയും അനുഭവവും നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവ കൂടുതൽ വെളിച്ചവും തെളിച്ചവും നൽകി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. അതിജീവന ജീവിതത്തിൻ്റെ പ്രധാന നയങ്ങളിലൊന്നായി വളരേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഈ ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത്രയും ധാരണകൾ മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആദ്യത്തെ പാഠഭാഗം ചെറിയ സൂചന മനസ്സിലാക്കി വയ്ക്കുക.
പിന്നെ പദം പദം ഉറച്ചു നാം. നിത്യജീവിതത്തിലെ പ്രയാസമേറിയ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടുന്നതിനും ജീവിത വിജയത്തിലെത്തുന്നതിനും ഒരു വ്യക്തി പല അറിവുകളും ശേഷികളും ആർജിച്ചിരിക്കണം. ഇത്തരം അറിവുകളും ശേഷികളുമാണ് ജീവിത നൈപുണ്യം എന്നറിയപ്പെടുന്നത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ ജീവിത നൈപുണ്യങ്ങൾ നമ്മളെ സഹായിക്കും. പിന്നെ ഇവിടെ വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിത, എൻ ടി വാസുദേവൻ്റെ ദയ എന്ന തിരക്കഥയിലെ ഒരു ഭാഗം, അശ്വതയുടെ തഥാഗത എന്ന ചെറുകഥ എന്നിവയാണ് നമ്മൾ യൂണിറ്റിൽ പദം പദം ഉറച്ചു എന്ന യൂണിറ്റ് പഠിക്കുന്നത്. നിരന്തര പരിശ്രമത്തിലൂടെയും കൂട്ടായ്മയുടെയും വിജയവും ഉറുമ്പവംശത്തിൻ്റെ പ്രത്യേകതകളും ഉറുമ്പിലൂടെ പഠിച്ചെടുക്കേണ്ട ദിവ്യ നൈപുണ്യങ്ങളും വംശം എന്ന കവിത വിശകലനം ചെയ്യുന്നു. തുല്യത, നീതി, കാരുണ്യം, കൂട്ടായ്മ തുടങ്ങിയ ഗുണങ്ങളിലൂന്നി പരസ്പരം പങ്കുവച്ച് മനസ്സിലാക്കിയും മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഏതൊരു ജീവിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന ചിന്തയും വംശം എന്ന കവിത വിനിമയം ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ജീവിത നൈപുണ്യം ഉപയോഗപ്പെടുത്തി അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ദയ. ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും വളർത്തുന്നവർക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും കഴിയുമെന്ന് ദയ പഠിപ്പിക്കുന്നു. അതുപോലെ എക്കാലവും തന്നെ ചൊല്ലി വ്യവരാതിപ്പെട്ട അൽഷിമേഴ്സ് ബാധിച്ച ഒരു അമ്മയെ മകൾ ഓർമ്മകളിലേക്ക് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന കഥയാണ് തഥാകഥ. അമ്മയുടെ വാർദ്ധക്യകാല പ്രശ്നങ്ങളെ ജീവിത നൈപുണ്യം ഉപയോഗപ്പെടുത്തി സംരക്ഷിക്കുന്ന മകളാണ് കഥയിലെ ഇവിടെ കേന്ദ്ര കഥാപാത്രം. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂമിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി. നക്ഷത്രഗീതം നന്ദി ശങ്കരക്കുപ്പൻ്റെ കവിത എന്നുള്ള ഭാഗമാണ്. പിന്നെ ചിത്രവും കവിതാഭാവവും നമ്മുടെ സൂചനയൊക്കെ അവിടെ ചോദിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കാണും. ജീവിതം ചൂളയാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കവിതയിലെ ആഖ്യാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വരികളിൽ നിന്ന് വ്യക്തമാകുന്ന എന്തല്ല. ഈ കവിതയിലെ ജീവിത പാഠം എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കാത്തവർ ആരും തന്നെ ഇല്ല. ജീവിതത്തിൽ നാം ആർജിച്ച നൈപുണ്യങ്ങൾ കൊണ്ട് അവയെ അതിജീവിക്കാനാവും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ചേർത്ത് ജീവിതത്തെ പിറകോട്ട് വലിക്കുമ്പോഴും അടിപതറാതെ നിന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം കാട്ടുവാനായ മർത്യജന്മം അർത്ഥപൂർണ്ണമായി തീരും. ജീവിതം ഒരു ചൂള പോലെ എരിയുമ്പോഴും ആ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടാനുള്ള ആർജവം കാണിച്ച എത്രയോ മഹാവ്യക്തികൾ നമുക്ക് മുന്നിലുണ്ട്. പ്രതിസന്ധികളിൽ അടിപതറാതെ മുന്നേറാൻ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ, സ്വയം മതിപ്പ് സൃഷ്ടിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട്. ഇവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി പാറയുടെ ഊഷ്ഠതയിൽ ആർദ്രത തേടുന്ന മരം പോലെ ആഴങ്ങളിലേക്ക് വേരുകൾ പടർന്ന് പന്തലിച്ച് തള്ളാവുകയാണ് വേണ്ടത്. പ്രകൃതി നമുക്ക് ധാരാളം പാഠങ്ങൾ നൽകുന്നുണ്ട് എന്നൊരു സൂചന നമുക്ക് ഹാൻഡ് ബുക്ക് ലേഖനത്തിൽ നമുക്ക് സഹായമായ പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. മുക്കുറ്റിയിലെ മഞ്ഞുനിഴൽ മറ്റൊരു ലോകം. മുക്കുറ്റിയിലെ മഞ്ഞുനിഴൽ മറ്റൊരു ലോകമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാവാം? മുക്കുറ്റി, മഞ്ഞുരുളി എന്നിവയുടെ പ്രത്യേകത എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. ഒരു മുക്കുറ്റിപ്പൂവിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യന് പ്രകാശിക്കുവാനാവും. പിന്നീട് അവിടെ മറ്റൊരു ലോകമുണ്ട്. നിസ്സാരം എന്ന് കരുതുന്ന പലരിൽ നിന്നും ഒരുപാട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നൊരു സൂചനയാണ് അവിടെ പറയുന്നത്. വിജയലക്ഷ്മിയുടെ ശ്രദ്ധേയമായ കവിതയാണ് വംശം. അടുക്കളയുടെ പാതകത്തെ തേങ്ങാത്തിരി ശേഖരിക്കുന്ന ഉറുമ്പിനെ അവതരിപ്പിക്കുന്ന കവിതയ്ക്ക് വംശം എന്ന തലക്കെട്ട് നൽകിയത് ശ്രദ്ധേയമാണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം ഉണ്ടാവാം. വംശം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം ചോദിക്കാം. വംശം എന്ന പദത്തിന് ജന്തുവർഗ്ഗ ചെത്തുന്നതിന് പഴക്കമുണ്ട്. കുടുംബം, ഗോത്രം, ജാതി എന്നീ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥവിശേഷങ്ങളെല്ലാം ഈ പദത്തിനുണ്ട്. ജനനം കൊണ്ട് പരസ്പരം ബന്ധപ്പെടുന്നവരും തലമുറകളായി ഒന്നിച്ച് ജീവിക്കുന്നവരും ഒരേ വർഗത്തിൽപ്പെട്ടവരും വംശം എന്ന കൂട്ടായ്മ ഉൾപ്പെടുന്നുണ്ട്. മനുഷ്യന് ഒരു വംശമാണ്. ഓരോ വംശത്തിനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. മനുഷ്യചരിത്രത്തിൽ എങ്ങും വംശപരമായ ഏകീകരണം കാണാം. വംശത്തെ പ്രദാനം ചെയ്യുന്ന ബിംബം എന്ന നിലയിലാണ് ഈ കവിതയിൽ ഉറുമ്പ് കടന്നു വരുന്നത്. വിശപ്പിനാൽ വലഞ്ഞ് അടുപ്പമുക്കിലെത്തുന്ന ഉറുമ്പാണ് കവിതയുടെ കേന്ദ്രം. രാവിലെ അടുപ്പിന്റെ പാതി തിരച്ചു വീണ തേങ്ങാത്തിരി എടുത്തുകൊണ്ട് വേഗത്തിൽ പോകുന്ന ഉറുമ്പിനെയാണ് കവി കാണുന്നത്. ഈ വേഗത്തിന് പല കാരണമുണ്ട്. അടുപ്പിലെ തീയിൽ നിന്നും അടുപ്പിന് മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും രക്ഷപ്പെടേണ്ടത് ഉറുമ്പിന്റെ ആവശ്യമാണ്. കാരണം രണ്ടും അപകടകാരികളാണ്. തീ ഉറുമ്പിനെ എരിച്ചുകൾ. ഭക്ഷണമില്ലാതെ ഒരാൾക്കും ജീവിതം നിലനിൽക്കാനാവില്ല. എത്ര സാഹസപ്പെട്ടും അത് സമ്പാദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും തേങ്ങാത്തിരി ശേഖരിക്കാൻ പാതയത്തിൽ ഉറുമ്പെത്തുന്നത്. ഉറുമ്പിന്റെ ഈ സാഹസം കവി കണ്ടു നിൽക്കുന്നു. 6 കാലുകൾ താളത്തിൽ ചന്തത്തിൽ ചലിപ്പിച്ചു പോകുന്ന ഉറുമ്പ് ആഖ്യാതാവിൽ കൗതുകവും പല ചിന്തകളും ഉണർത്തുന്നുണ്ട് എന്നുള്ള ആ ഒരാശയം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ എണ്ണമിനുങ്ങും മുഖത്തെന്ത് ഗൗരവം, എള്ളുടൽക്കെന്തൊരു സകുമാരി എന്ന പരാമർശത്തിന്റെ ഉറുമ്പിന്റെ വംശവർഗ സ്വഭാവങ്ങൾ കവി വ്യക്തമാക്കുന്നു. എള്ളുടൽ എന്ന പ്രയോഗം ഉടലിന്റെ കറുപ്പിനെയും അതുവഴി കറുപ്പ് പ്രദാനം ചെയ്യുന്ന വംശത്തെയും വ്യക്തമാകുമെന്ന് ചോദിക്കാൻ ചാൻസുള്ള ഒരു ഭാഗമാണ്. പേമഴക്കാട് സഹോദരോടൊപ്പം ഭക്ഷിക്കാനാണ് ഉറുമ്പ് തേങ്ങാത്തിരികൾ ശേഖരിക്കുന്നത് എന്ന കവിതയിൽ സൂചനയുണ്ട്. ചുമട്ടുകാരി എന്ന പ്രതി നിന്ന് കുടുംബത്തിന് ഭാരം പേറുന്ന
തന്നോടൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന സ്ത്രീ അവസ്ഥകളെ സൂചിപ്പിക്കുന്നത് തന്നെ പ്രധാനപ്പെട്ട പോയിന്റാണ്. സ്ത്രീ അവസ്ഥകളെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഉറുമ്പിന്റെ അരക്കെട്ട് ഇത്രയും ഒതുങ്ങിയത് അധ്വാനശേഷിയും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു എന്ന് കവി ചോദിക്കുന്നു. അധ്വാനവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധം ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. അധ്വാനമാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗം അഥവാ അധ്വാനിക്കുന്നവരുടെ വംശം പുരോഗതിയുടെ നേരവകാശികളാണ്. മർത്യ സൗന്ദര്യ ബോധങ്ങൾ പെറ്റ മക്കളിലെ പുരോഗമനങ്ങൾ കുടിയൊഴിക്കുന്ന വനപ്പിളുടെ കവിതയിലൂടെ പറയുന്നുണ്ട്. വരികളുമായി സന്ദർഭം നമുക്ക് ബന്ധിപ്പിക്കാനാവും. ചിലപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാം. കലയും അധ്വാനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കവിതയിലെ ഉറുമ്പ് അധ്വാന വർഗത്തിന്റെ പ്രതീകമാണ്. നിരന്തര പരിശ്രമത്തിന്റെയും കൂട്ടായ്മയുടെയും സവിശേഷ ഉറുമ്പിന്റെ വംശത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയേണ്ടതുണ്ട്. നിരന്തരം അധ്വാനിക്കുക എന്നാൽ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ജനതയെക്കുറിച്ച് നമുക്കിവിടെ ഓർക്കാം. അവർ പലപ്പോഴും നിശബ്ദമായി പണിയെടുക്കും. മറ്റുള്ളവരുടെ കണ്ണിൽപ്പെട്ടാലും പെടുകയില്ല. കണ്ണിൽപ്പെട്ടാൽ തേച്ചരിച്ച് കൊല്ലും. ഇങ്ങനെ മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ മാളങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ജീവിതത്തിൽ നിർവഹിക്കുന്ന ഉറുമ്പ് നിസ്വവംശത്തിന്റെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ രാവ് പകൽ സന്ധ്യയിൽ വിശ്വസില്ലാതെ വേലയെടുത്ത് മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാവമെന്നോർത്തെ മടിച്ചു നിൽപ്പു എന്നാണ് കവിതയിലെ ആഖ്യാതാവ് പറയുന്നത്. ഈ തരിച്ചത് തന്നെയാണ് പ്രധാനം. വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിനെ സൂചനയുള്ള ജീവിതത്തിൽ ഉറുമ്പിന്റെ വംശം അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ പ്രയാസപ്പെട്ടാണെങ്കിലും ആ കല്ലിന്റെ ചുവട് ചുറ്റി അതിനെ അതിജീവിച്ച് മുന്നേറുന്ന ഉറുമ്പിനെയാണ് കവി ചിത്രീകരിക്കുന്നത്. മാത്രമല്ല മുക്കുറ്റി പൂക്കുന്ന മൂലയിലെ മൺകൂനിയുടെ കോട്ടയെ അത് തരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ വംശത്തിന്റെ നൈപുണ്യങ്ങൾ ഉൾപ്പെടാൻ തക്കവണ്ണം ഉറുമ്പിന്റെ ജീവിതത്തെ ആവിഷ്കരിച്ചു എന്നതാണ് കവിതയുടെ മികവ്. ആസ്വാദനത്തെ ശേഷം നിങ്ങൾക്ക് ഈ പോയിന്റ് എഴുതാവുന്നതാണ്. ഉറുമ്പ് എന്ന കർത്തൃത്വത്തെ മുൻനിർത്തി കവി നിർവഹിക്കുന്ന വംശാഖ്യാനം മനുഷ്യന്റെ വംശത്വത്തെയും പ്രദാനം ചെയ്യുന്നു. ഉറുമ്പിന്റെ പ്രവൃത്തിയെ ജീവിത മാതൃകയാക്കാമെന്ന് കവിക്ക് തോന്നി എന്തുകൊണ്ടാവാം? നമുക്കങ്ങനെ ചോദ്യം വന്നാൽ ഇവിടെ നമുക്ക് പോയിന്റ് മനസ്സിലാക്കുക. പിന്നെ പേമഴക്കാലത്ത് സോതുവാമീത്തരി സോദരർക്കൊത്ത് ആസ്വദിക്കാൻ നല്ലു. ഇത്രയ്ക്കൊതുങ്ങിയൊരു അധ്വാനശീലം നൃത്തച്ചുവടും കൊണ്ടായിരുന്നു. ദാരിവിൽ നിന്നെ പകർത്തണമെന്നെ വേര് ദാഹിച്ചതാ നോക്കി നിൽപ്പു. കണ്ടെത്തിയ വരികൾ വിശകലനം ചെയ്ത് കുട്ടികൾ പോയിന്റൊക്കെ ക്ലാസ്സിൽ തയ്യാറാക്കി കാണും. നമുക്കതിൻ്റെ ക്രോഡീകരണമായിട്ട് പറയാവുന്ന പോയിന്റ് എന്നുള്ളത് കാഴ്ചയെ ചെറുതാണെങ്കിൽ ഉറുമ്പെന്ന് പഠിക്കേണ്ട ജീവിത പാഠം വലുതാണ്. കൂട്ടായ്മയോടെ ജീവിക്കുന്ന വർഗമാണ് ഉറുമ്പുകൾ. നിരന്തര പരിശ്രമശാലികളും അധ്വാനികളുമാണ് ഉറുമ്പുകൾ. ഉറുമ്പുകളുടെ അധ്വാനവും സ്ത്രീകളുടെ അധ്വാനവും തമ്മിൽ കവിക്ക് സാമ്യം തോന്നുന്നുണ്ട്. ശരീരമാകുന്ന ദാരുവിൽ ഉറുമ്പിന്റെ സേവന ജീവിതം മാതൃകയാക്കാനുള്ള ദാഹം കവിക്കേണ്ട പോയിന്റ് മനസ്സിലാക്കുക. ശരീരമാകുന്ന ദാരു എന്ന വിഷയത്തിൽ ഉറുമ്പിന്റെ സേവന ജീവിതം മാതൃകയാക്കാനുള്ള ദാഹം കവിക്കുണ്ട്. എള്ളിൻ്റെ ഉള്ളിലുള്ളത് എണ്ണയാണ്. അതുകൊണ്ട് എള്ളിൻ്റെ കറുപ്പ് മിനുസമുള്ളതാണ്. ഉറുമ്പിൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്കായി സ്വയം പ്രവർത്തിക്കുന്ന സേവനമെന്ന മൂല്യമാണ്. അതിൻ്റെ മിനുസമാണ് ഉറുമ്പിൻ്റെ മുഖത്ത് കാണുന്ന പ്രധാന ഒരു പോയിന്റാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് പേമഴക്കാലത്ത് സ്വതവാം ഇത്തിരി സോദരക്കൊത്ത് ആസ്വദിക്കാൻ നല്ലു എന്നുള്ള വരികൾ ഇവിടെ ഉറുമ്പ് പിന്നെ തേങ്ങാത്തിരി കൊണ്ടുപോയത് എന്തിനായിരുന്നു? ഉറുമ്പിൻ്റെ സഹജീവി സ്നേഹവും സാഹോദര്യം വരികൾ തെളിയുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം വന്നാൽ അതുപോലെ അത് വേറൊരു വരി സാമ്യപ്പെടുത്തി ചോദിക്കാം. പദാർത്ഥ നിരതനം പ്രകൃതിജ ഭാവം പരസ്പര ആകർഷണം പ്രാണികുലത്തിന് പരമാത്മഗുണം പരസ്പര പ്രമെന്ന് പ്രേമസംഗീതം ഉള്ളൂരിൻ്റെ വരികൾ വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തതിനോട് ചോദിക്കാം. പ്രാണികുലത്തിൻ്റെ പരമമായ ഗുണം എന്താണ്? മനുഷ്യനിൽ മൂല്യബോധവും സാമൂഹ്യബോധവും വളരുന്നത് എപ്പോഴാണെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ സഹജീവി സ്നേഹവും സാഹോദര്യവും കവിതയിൽ പ്രശംസിക്കപ്പെടുന്നു. ഓരോ പദാർത്ഥവും പരസ്പരം ആകർഷിക്കുന്നു. പ്രാണികുലത്തിൻ്റെ ഗുണം പരസ്പര പ്രേമമാണ്. സമഭാവന സാഹോദര്യം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ സ്വാംശീകരിക്കാനാകണം. പങ്കിട്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യന് മൂല്യബോധവും സാമൂഹ്യബോധവും വളരുന്നത്. ഈ പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഉള്ളൂരിൻ്റെ വരികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ കവിത ചോദിക്കാൻ വഴിയുണ്ട്. ജീവിതം കൂടുതൽ മനോഹരവും സന്തോഷകരവും സംതൃപ്തവുമാകാൻ ചില ജീവിത നൈപുണ്യങ്ങൾ നമ്മൾ ആർജിക്കേണ്ടതുണ്ട് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക.
വംശം എന്ന കവിതയ്ക്ക് ചിലപ്പോൾ ഒരു ആസ്വാനക്കുറിപ്പ് ചോദിക്കാൻ വരികയുണ്ട്. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തിരി പൂവൽ കൊമ്പിലെടുത്തുയർത്തി എണ്ണ മിനുങ്ങ മുഖത്തെന്ത് ഗൗരവയിലുള്ളൊരു സകുമാരി തുടങ്ങിയുള്ള കാവ്യത്തിലുള്ള വരികളൊക്കെ തന്നിട്ട് അതിൻ്റെ ആശയ ഭംഗിയൊക്കെ ചോദിക്കാൻ, ചമൽക്കാല ഭംഗിയൊക്കെ ചോദിക്കാൻ വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആസ്വാദനങ്ങൾ തയ്യാറാക്കുമ്പോൾ ആകർഷമായ ആമുഖം വേണം, ആശയ അവതരണം വേണം, വരികളുടെ ആശയം വേണം, വാഗ്മയ ചിത്രങ്ങൾ, അതായത് വാക്കുകൾ കൊണ്ട് വരച്ച ചിത്രങ്ങൾ, പ്രയോഗ ഭംഗി, സ്വന്തം നിരീക്ഷണങ്ങൾ, കാലിക പ്രസക്തി, ഉപസംഹാരം എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ചോദ്യങ്ങൾ ആസ്വാദനം തയ്യാറാക്കാവുന്നതാണ്. നിസ്സാര പ്രവണതകളായി കരുതപ്പെടുന്ന ഓർമ്മകളുടെ സജീവനം നമുക്ക് പ്രതീക്ഷയും പ്രചോദനവും പകരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാവാം. അങ്ങനെ അതുപോലെ തീരമണയും തിരമാലകൾ, ആഴങ്ങളിലെ അലയലുകൾ എന്നുള്ള വരികൾ തന്നിട്ട് പിന്നെ നിരീക്ഷണത്തിലെ പൊരുളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ആഴങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന തിരകളാണ് തീരത്തെത്തുന്നത്. ഓളങ്ങളിൽ നിന്നുള്ളവ ഇടയ്ക്ക് വെച്ച് തീർന്നു പോകുന്നു. ഉൾക്കടമായ ആഗ്രഹം, ഇച്ഛാശക്തി എന്നിവയ്ക്ക് ആഴമുണ്ടായിരിക്കും. കൂടിയ അന്തഃസംഘർഷങ്ങൾ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഇച്ഛാശക്തിയുടെ സൂചന. നിസ്സാര ജീവികളായി കരുതപ്പെടുന്ന ഉറുമ്പിൻ്റെ അതിജീവനം ഒരു ജീവിത പാഠമാണ്. പ്രതിസന്ധികൾ പുതിയ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും പ്രേരണയാകുന്നു. അതിജീവിക്കാനുള്ള നൈപുണ്യങ്ങൾ വികസിക്കുന്നത് അങ്ങനെയാണ്. ഈ പോയിന്റുകൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത് നല്ലൊരു സൂചനയിൽ തോന്നുന്നുണ്ട്. പരീക്ഷയ്ക്ക് അത് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്തത് ദയ എന്ന തിരക്കഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ ഏകദേശ ഒരു ധാരണ തിരക്കഥയെക്കുറിച്ച് കിട്ടിക്കാണും. സിനിമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നൊക്കെയുള്ള ഒരു ഞാനിവിടെ ജേതാവായ MT വാസുദേവൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ദയ എന്ന പെൺകുട്ടി എന്ന നോവലിൽ നിന്ന് അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയ തിരക്കഥയാണ് ദയ. പ്രമേയത്തിലെ അവതരണത്തിൽ ഏറെ വ്യത്യസ്ത പുലർത്തിയ അറേബ്യൻ പശ്ചാത്തലത്തിലുള്ള ഇനജന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടി. ഇന്ദിരാഗാന്ധി പുരസ്കാരം ഉൾപ്പെടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമായി പ്രധാനപ്പെട്ട 7 പുരസ്കാരങ്ങൾ ഈ ചലച്ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്താണ് തിരക്കഥ എന്നൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി കാണും. അതുപോലെ കഥാപാത്ര നിരൂപണം, തിരക്കഥ എന്ന കഥാപാത്ര സ്വഭാവങ്ങൾ വ്യക്തമാവുന്നുണ്ട്. ദയ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകം എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ കഥാപാത്ര നിരൂപണം നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരു പദസൂര്യനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ബുക്കിൽ സൂചന തന്നിട്ടുണ്ട്. ബുദ്ധിവൈഭവം, അതുപോലെ തന്നെ തന്ത്രപരമായ ഇടപെടലുകൾ, ദൃഢനിശ്ചയം, സ്ഥൈര്യം, പക്വത, ഇതെല്ലാം തന്നെ ദയയുടെ കഥാപാത്ര നിരൂപണത്തിന് സൂചിപ്പിക്കാം. അറിവ്, ദരിദ്രനായി തീർന്ന യജമാനെ ഉപേക്ഷിച്ച് പോവാതെ ഒപ്പം നിന്ന് സഹായിക്കാൻ കാണിച്ച മനസ്സ്, പിന്നെ അതുപോലെ ആയോധന ശക്തി, പിന്നെ ലക്ഷ്യബോധം മുതലായ ഗുണങ്ങളിലൂടെ ഉന്നതായിരുന്നു അവരുടെ ഒരു ജീവിത രീതി. വിജയത്തിലെത്തിയതല്ല അതിലൂടെയാണ് കഥാപാത്ര നിരൂപണം മനസ്സിലാക്കുക. കഥാപാത്ര നിരൂപണം പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെന്നുള്ളതാണ്. കഥാപാത്രത്തിൻ്റെ സ്ഥാനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഥാപാത്രത്തിൻ്റെ ജീവിത വീക്ഷണം, സ്വഭാവ സവിശേഷത എന്നിവ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വന്തം നിരീക്ഷണം യുക്തിപൂർവ്വം അവതരിപ്പിച്ചിട്ടുണ്ട്. ആശയ വ്യക്തികളെ ക്രമീകരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് സൂചനയിൽ തന്നിട്ടുള്ളത്. അതുപോലെ പിന്നെ എല്ലാ കഴിവും ഒത്തുചേർന്നവർ ഈ നാട്ടിലെ എന്ന് സൂചിപ്പിക്കാൻ കാരണം എന്താവും? ഇത് ദയയുടെ വിജയം നിർണ്ണയിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടാവും എന്നുള്ള ദയയുടെ ജീവിത നൈപുണി ബന്ധിപ്പിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കുക. തീരുമാനമെടുക്കാനും സ്വയം അറിയാനും ക്രിയാത്മകത കാത്തുസൂക്ഷിക്കാനും മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ഊന്നിന്നുകൊണ്ട് അതിനെ പൊരുതി ജീവിക്കാനൊക്കെ ഉള്ള ദയയുടെ കഴിവ് എല്ലാം തന്നെ നമുക്കവിടെ സൂചിപ്പിക്കാം. അതുപോലെ അതിൻ്റെ ഒരു ക്രോഡീകരണമായി നമുക്കിവിടെ തന്നിരിക്കുന്നത് വായിച്ചു തരാം. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ജീവിത നൈപുണ്യങ്ങൾ ഉപയോഗപ്പെടുത്തി അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ദയയിലൂടെ MT പറയുന്നത്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ജീവിത നൈപുണ്യങ്ങളെ ഉപയോഗപ്പെടുത്തി അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ദയയിലൂടെ MT പറയുന്നത്. ദരിദ്രനായിത്തീർന്ന യജമാനെ ഉപേക്ഷിച്ച് പോവാതെ ഒപ്പം നിന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ച ദൃഢനിശ്ചയമുള്ള ധൈര്യവും പക്വതയും ലക്ഷ്യബോധവുമുള്ള പെൺകുട്ടിയായിരുന്നു ദയ. അറിവും ബുദ്ധിവൈഭവവും തന്ത്രപരമായ ഇടപെടലുകളും പക്വതയുമാണ് ദയയെ ഉയരങ്ങളിൽ എത്തിച്ചത്. ജീവിത നൈപുണ്യങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന് ദയ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു. ഈ പോയിന്റൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. ഉറപ്പായും പരീക്ഷയ്ക്ക് വരുന്ന പോയിന്റാണ്. അപ്പോൾ കഥാപാത്ര നിരൂപണം ഇത് ദയയുമായി ബന്ധിപ്പിച്ച് ഒരു നോട്ട് തയ്യാറാക്കി പഠിക്കുക. അടുത്തത്
സൂക്ഷ്മമായ ഒരു സ്പർശത്തെ ജീവന്റെ ഉത്സവം കാതോർക്കുന്ന മെടിപ്പുകൾ. സൂക്ഷ്മമായ ഒരു സ്പർശത്തിൽ ജീവന്റെ ഉത്സവം കാതോർക്കുന്ന മെടിപ്പുകൾ. ഈ വരികൾ ദയയുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ജീവന്റെ ഉത്ഭവം കാതോർക്കുന്ന മെടിപ്പുകൾ എന്താവാം? കാരുണ്യം, ദയ, സ്നേഹം എന്നീ വികാരങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ അനുഭവപ്പെടുമ്പോഴാണ് ഹൃദയമെടുപ്പുകൾ ജീവിതത്തിന്റെ താളത്തിലാവുന്നത്. കാരുണ്യം, ദയ, സ്നേഹം എന്നീ വികാരങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ അനുഭവപ്പെടുമ്പോഴാണ് ഹൃദയമെടുപ്പുകൾ ജീവിതത്തിന്റെ താളത്തിലാവുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ, സ്നേഹാർദ്രമായ ഒരു സ്പർശമോ നോട്ടമോ വാക്കോ എല്ലാ മനുഷ്യനും കൊതിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ അതുവരെ ഇല്ലാത്ത ആവേശകരമായ അനുഭൂതിയായി മാറും. അതിലില്ലാത്ത ആഹ്ലാദ നിർവൃതി ജീവന്റെ ഉത്സവം എന്ന പ്രയോഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. അതിലില്ലാത്ത ആഹ്ലാദ നിർവൃതി ജീവന്റെ ഉത്സവം എന്ന പ്രയോഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഈ പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോകാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് നമുക്ക് ഉണ്ട്. അതുപോലെ തഥാഗത എന്ന കഥ. ലളിതവും സൗമ്യമായ സത്യങ്ങളാണ് അഷിതയുടെ കഥകൾ. മനുഷ്യന്റെ ദുഃഖങ്ങളും വേവലാതികളും ജീവിത പ്രശ്നങ്ങളും ഹൃദയസ്പർശിയായി അഷിത അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവതരിപ്പിച്ച കഥയാണ് തഥാഗത. ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളുടെയും കഥയാണ് തഥാഗത. മകളെ ചൊല്ലി അമിതമായ ഉത്കണ്ഠകളും വേവലാതികളുമുള്ള അമ്മ സ്മൃതി ഭ്രംശത്തിൽ, അതായത് അൾഷിമേഴ്സിലേക്ക് പോകുന്നു. മകളാകട്ടെ അമ്മയെ ഓർമ്മകളിലേക്ക് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. തഥാഗത എന്ന ശീർഷത്തിന് ഔചിത്യം തമ്മിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ കഥ നിങ്ങൾ വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി കാണും അല്ലേ? അവിടെ നമുക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ നിസ്സാരതയിൽ ഭാവപൂർണ്ണതയോടെ ആവിഷ്കരിക്കുന്ന കഥയാണ് തഥാഗത. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ ആർദ്രതയോടെ വരച്ചിടുന്ന കഥയാണ്. സൂക്ഷ്മമായ ജീവിത നിരീക്ഷണം ആഖ്യാനത്തിലെ നൈർമല്യം ഈ കഥ പകർന്നു നൽകുന്നു. ഇത് ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട മകളുടെയും കഥയാണ്. എക്കാലം തന്നെ ചൊല്ലി വേദനപ്പെട്ട ഒരു അമ്മയെ മകൾ ഓർമ്മകളിലേക്ക് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. അൾഷിമേഴ്സ് ബാധിച്ച അമ്മയുടെ ഓർമ്മകളിൽ നിന്നുള്ള പിന്മടക്കം ഒരു മകളുടെ ഭൂതകാല അസ്തിത്വത്തെ കൂടിയാണ് അപകടപ്പെടുത്തുന്നത്. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളായി ആ ഉത്കണ്ഠകളും സ്നേഹം കൊണ്ട് തൻ്റെ കൗമാര യൗവനങ്ങൾ നിറച്ച മകൾക്ക് അമ്മയുടെ ഓർമ്മയുടെ നഷ്ടം തൻ്റെയും അത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ശൂന്യത കൂടിയാണ്. അമ്മയിലേക്കുള്ള ഓരോ കാൽവെപ്പും അടച്ചിട്ട ഓർമ്മയുടെ വാതിൽക്കൽ മുട്ടി നൊമ്പരം എന്നോണം മടങ്ങി വരുന്നത് പോലെ മകൾക്ക് തോന്നുന്നു. അമ്മയെ എന്ന് എത്ര നീട്ടി വിളിച്ചിട്ടും കേൾക്കാത്ത ദൂരത്തിലേക്ക് അമ്മയും ഓർമ്മകളും ഇപ്പോൾ നിലകൊള്ളുന്നു എന്ന വളരെ മനോഹരമായ ആ കാവ്യാംശത്തെ പോലെ ആസ്വാദനപരമായി എഴുതിയിരിക്കുന്ന വരികളാണ്. ധാരാളം കാവ്യാർത്ഥ പ്രയോഗങ്ങൾ തഥാഗതയിലുണ്ടെന്ന് നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റും അതിനുള്ള ഉത്തരമാണ്. താരതമ്യക്കുറിപ്പൊക്കെ തയ്യാറാക്കാൻ ചോദിക്കുക. അമ്മയെ കുളിപ്പിക്കണമെന്ന പിന്നെ ഒരു കവിത നമുക്കിവിടെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കേൾപ്പിച്ച് കാണും. ഈ കവിതാഭാഗത്തെയും കഥാസന്ദർഭത്തെയും ആശയങ്ങൾ താരതമ്യം ചെയ്ത് രണ്ട് അമ്മമാരുടെ അവസ്ഥ ഒരുപോലെയാണെന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന സാവിത്രി രാജീവൻ്റെ ഒരു കവിതാഭാഗം ചേർന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്കും തരാം. ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊടിവിളകൾ, ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ, 7 70 7000 അതിൽ നിറഭേദങ്ങൾ. അമ്മയെ കുളിപ്പിക്കുമ്പോഴെന്ന സാവിത്രി രാജീവൻ്റെ കവിത ഇവിടെ നിങ്ങൾക്ക് ക്രോഡീകരണം ചോദിക്കാം. ചിലപ്പം ആ കവിതയിലെ ആശയവും നമ്മൾ തഥാഗത എന്ന കഥയിലെ ആശയവുമായി ബന്ധിപ്പിച്ച് ചിലപ്പോൾ താരതമ്യമോ മറ്റോ ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് പെൺമക്കളുടെ തീക്ഷ്ണമായ സങ്കടങ്ങളാണ് അഷിതയും സാവിത്രി രാജീവനും ആവിഷ്കരിക്കുന്നത്. അമ്മയുടെ ഓർമ്മകൾ എവിടെയും താൻ ഇല്ലാതായി പോകുന്ന സങ്കടമാണ് അഷിതയുടെ കഥാപാത്രം പങ്കുവയ്ക്കുന്നത്. അമ്മയുടെ നെറ്റിയിലെ ചുളിവുകളും നിവരലുകളും തന്നെ ഓർത്ത് മാത്രമായിരുന്നു. തന്നെക്കുറിച്ചുള്ള അമ്മയുടെ ചിന്തകളും വേവലാതികളും ആയിരുന്നു നെറ്റിയിലെ ചുളിവുകളായി മാറിയത്. മകളെ ജീവിതമുള്ള ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന അമ്മയുടെ സ്നേഹവും കരുതലും ആശയങ്ങളും നെറ്റിയിലെ ചുളിവുകൾ സൂചിപ്പിക്കുന്നു. നന്നായിട്ട് ഓർമ്മിക്കുക. പരീക്ഷകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മക്കളുടെ ജീവിതം അമ്മമാരുടെ ഉള്ളിലെ നിശബ്ദ പ്രാർത്ഥനകളിലാണ്. അവരെത്ര മുതിർന്നാലും അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അമ്മമാരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു. അമ്മയുടെ ഓർമ്മകൾ മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേറിട്ട് പോകുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. വേറിട്ടാൽ പിന്നെ നിലനിൽപ്പില്ലല്ലോ. മണ്ണിനോടും മനുഷ്യനോടുമുള്ള വേരുകൾ ആരംഭിക്കുന്നത് അമ്മയിൽ നിന്ന് തന്നെ. ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഹാൻഡ്ബാക്ക് തന്നേക്കുന്ന നല്ല ഒരു സഹായകമായ വസ്തുതകളാണ്. നിങ്ങളത് മനസ്സിലാക്കി തന്നെ പരീക്ഷയ്ക്ക് പോകാം. ചുള്ളുകളുടെ എണ്ണമില്ലാത്ത ഞൊറിവളകളാണ് എന്ന പ്രയോഗത്തിൽ നിന്ന്
അവിടെ നമ്മൾ സാവിത്രി രാജുവിൻ്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയെ അമ്മയുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടമാകുന്ന മകളുടെ വേദനയാണ്. ചുളിവുകളുടെ എണ്ണമില്ലാത്ത ഞൊറിവുകളാണെന്ന പ്രയത്നത്തിൽ നിന്ന് അമ്മയുടെ നിസ്സഹായതയുടെ വാർദ്ധക്യ കാഴ്ചയാണ് സാവിത്രി രാജാമ്മ വരച്ചിടുന്നത്. അമ്മയുടെ കൈകളിലെ എണ്ണമില്ലാത്ത ചുളിവുകൾ മക്കൾക്കായി ജീവിച്ചതിൻ്റെ ശേഷിപ്പുകളാണ്. 7, 70, 70,000 അതിൻ്റെ നിറഭേദങ്ങളിൽ നിന്ന് സംഖ്യാസൂചനയിൽ നിന്ന് അമ്മയുടെ നിസ്സഹായാവസ്ഥയെ കരുണാർത്ഥതയോടെ നോക്കിക്കാണുന്ന മകളുടെ സങ്കടവും അനുഭവവും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. മക്കളുള്ള കരുതലും സ്നേഹവും നിറച്ചുവെച്ച് 2 ജീവിതങ്ങളെ മക്കൾ തിരിച്ചറിയുകയാണ് കഥയിലും കവിതയിലും. അപ്പോൾ അതിൻ്റെ ഓർമ്മിക്കുക, മക്കളോടുള്ള കരുതലും സ്നേഹവും നിറച്ചുവെച്ച 2 ജീവിതങ്ങളെ മക്കൾ തിരിച്ചറിയുകയാണ് കഥയിലും കവിതയിലും. അമ്മമാരുടെ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ മക്കൾ ഇല്ലാതാവുകയും വേറിട്ട് പോവുകയും ചെയ്യുമല്ലോ എന്ന ആകുലതകൾ അഷിതയും സാവിത്രി രാജുവിനും പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ താരതമ്യക്കുറിപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൽകിയ സന്ദർഭങ്ങളിലെ ആശയം തിരിച്ചറിയണം, താരതമ്യം ചെയ്ത് സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തണം, സ്വന്തം നിഗമനങ്ങൾ യുക്തിസഹമായി സമർത്ഥിക്കണം, ആശയ വ്യക്തിയുടെ സംക്ഷിപ്തമായി അവതരിപ്പിക്കണം. ഇവിടെ മകൾ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തല്ല, മകളുടെ ആന്തരിക സംഘർഷങ്ങളുടെ കാരണം തിരിച്ചറിയണം, കൂടുതൽ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് കണ്ടെത്തിയത് അവതരിപ്പിക്കണം, സ്വന്തം നിരീക്ഷണങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കണം, ആശയ വ്യക്തിയുടെ കഥാപാത്ര നിരൂപണം നമ്മൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. മകളുടെ സംഘർഷം എത്തുമെന്ന കഥാസന്ദർഭം ചോദിച്ചാൽ നമ്മളത് സൂചിപ്പിക്കാം. ഹൃദയം നുറങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ലെന്ന് നടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്താ ആലോചിക്കുന്നത്? തിരിച്ചറിവിൻ്റെ ഏതൊരു സൂചനയും തരാത്തൊരു നോട്ട് അമ്മ എനിക്ക് നീട്ടുന്നു. അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? അമ്മയുടെ അമ്മണിക്കുട്ടിയെ. അമ്മയുടെ ഓർമ്മകൾ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. തഥാഗത എന്ന ശീർഷകം അമ്മയുടെ ജീവിതാവസ്ഥയെ പ്രചരിപ്പിക്കുന്നത് എങ്ങനെ? ഇവിടെ നമുക്ക് അമ്മയുടെ ഓർമ്മകൾ നാം ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. അമ്മയുടെ നോട്ടം വീണ്ടും ശൂന്യമായ ജനാല പോലെയായി മാറുന്നത് ഞാൻ കാണുകയാണ്. വിചാരിക്കാത്തപ്പോൾ കയറുമെന്ന് അങ്ങനെയും ഇറങ്ങിപ്പോകുന്ന തഥാഗതയെ എൻ്റെ അമ്മ എന്നെ നോക്കുന്നു. ഇത്തരത്തിലുള്ള സവിശേഷ പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം തഥാഗത എന്ന ആ ശീർഷകം എങ്ങനെ യോജിക്കുന്നു വെച്ചാൽ, ഓർമ്മകൾ വന്നും പോയിരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അഷിതയുടെ കഥയിൽ തഥാഗത എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഓർമ്മകൾ വന്നും പോയിരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അഷിതയുടെ കഥയിൽ തഥാഗത എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ പത്ര കട്ടിങ്സുകൾ തന്നിട്ടുണ്ട്. ഓർമ്മ നഷ്ടപ്പെട്ട തെരുവിനൊരമ്മ, ആരോഗ്യ തിരഞ്ഞൊരമ്മ എന്നൊക്കെ പറയുന്ന പത്ര കട്ടിങ് തന്നിട്ട് ഈ വാർത്ത നമ്മോട് പറയുന്നത് എന്താണ്? ഇതൊരു സാമൂഹിക പ്രശ്നമല്ലേ? ഇവ പ്രമേയമായിരുന്ന സാമൂഹിക പ്രാധാന്യമുള്ള മുഖപ്രശ്നങ്ങൾ തയ്യാറാക്കാനോ മറ്റൊക്കെ ചോദ്യം വന്നാൽ നമുക്കത് ക്രോഡീകരിക്കാൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലിലെ കാര്യങ്ങൾ, ആ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാനാവും എന്നൊക്കെ ഉള്ള പോയിന്റുകൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ അതിന് കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള വാർദ്ധക്യം ഒറ്റപ്പെടലിൻ്റെ വേദനയെ മാറുന്നത് എന്തുകൊണ്ടാവാം? ചില ജീവിത നൈപുണ്യം നമുക്ക് കൈവിട്ട് പോകുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ നമുക്കവിടെ എന്തുകൊണ്ടാണത്? അതായത് സഹഭാവമില്ല, ബന്ധങ്ങൾക്ക് വന്ന ശൈഥില്യം, വ്യക്തിന്തര ബന്ധങ്ങൾ ഇല്ലാതെയാവുന്നു, അനുതാപമില്ലായ്മ, ആശയവിനിമയത്തിൻ്റെ കുറവ് തുടങ്ങിയ പോയിന്റുകൾ നമ്മൾ മറക്കാതെ എഴുതാനായിട്ട് ശ്രദ്ധേയ കാരണങ്ങളാണ് നമുക്ക് ഈ വാർദ്ധക്യകാലത്തിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നതിന് സാമൂഹിക പ്രശ്നമായത് മാറുന്നു. ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഇല്ലാതെ ജനങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ മക്കൾ മാറ്റപ്പെടുന്നു എന്നുള്ള സൂചനയൊക്കെ നമുക്കവിടെ കാണിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ യൂണിറ്റിൻ്റെ ശീർഷകമായിട്ട് കുറച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഒരുമയുടെ കഥകൾ ഉറക്കെ പാടുകയും അടിയുറച്ച് മുന്നേറുകയും ചെയ്യുന്ന സമൂഹത്തിന് ഉയർച്ചയുണ്ടാകും. സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഒരുമിച്ച് പൊരുതാൻ വ്യക്തി തയ്യാറാകുമ്പോഴാണ് സമൂഹത്തിൽ അംഗമായിരിക്കാൻ ആ വ്യക്തി യോഗ്യത നേടുന്നത്. നാടിൻ്റെ ഐക്യത്തിനും അഭ്യുന്നതിക്കും വേണ്ടി പ്രതിച്ച മഹാത്മാക്കളുടെ ജ്വലിക്കുന്ന ജീവചരിത്രങ്ങൾ മാതൃകയായി നമുക്ക് മുന്നിലുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതപാതം മുന്നേറാൻ നമുക്ക് കഴിയണം. അത്തരത്തിലൊരു സമൂഹത്തിൽ നിന്ന് വ്യക്തികൾ ആർജിക്കേണ്ട നിരവധി ഗുണങ്ങൾ ഉണ്ട്. ഇച്ഛാശക്തി, ആത്മവിശ്വാസം,
പിന്നെ ദീർഘവീക്ഷണം, ദൃഢനിശ്ചയം, സേവന സന്നദ്ധത തുടങ്ങി നിരവധി ഗുണങ്ങൾ നേടുന്നതിനുള്ള ജീവിത സന്ദർഭങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ഓരോ വ്യക്തിയിലും ഉണ്ടാകണം എന്നുള്ള സൂചന ചിലപ്പോൾ നമുക്ക് മുഖപ്രസംഗത്തിലൊക്കെ എഴുതാൻ, പരിഹാര മാർഗത്തിന് എഴുതാൻ ഒക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് വായിച്ചു തന്നത്. ഇനി നമുക്ക് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്നുള്ള ഒരു പോർഷൻ ചിലപ്പം ചോദിച്ച് കാണാൻ വഴിയുണ്ട്. അതിലൊന്ന് കെട്ടുവയ്ക്കാം. ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഭക്ഷണം ആവശ്യമാണ്. നാക്കിന് രസിക്കുന്ന വയറിന് ചേരില്ല എന്നൊരു ചൊല്ലുണ്ട്. രുചിയും ആഹാരശീലങ്ങളും തമ്മിൽ പലപ്പോഴും പൊരുത്തപ്പെടാറില്ല. എങ്കിലും രുചിക്കപ്പുറം നല്ല ആഹാരശീലങ്ങൾ ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ ഭക്ഷണമില്ലായ്മ കൊണ്ട് ദുരിതം അനുഭവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഭക്ഷണത്തിൻ്റെ പേരിൽ ആർഭാടം നടത്തുന്നതും വില കൂടിയ ഭക്ഷണ രുചി, കുട്ടികളുടെ വൈവിധ്യം തുടങ്ങിയവ നല്ലതാണെന്ന് ഒട്ടനവധി തെറ്റിദ്ധാരണകൾ, ഭക്ഷണശീലങ്ങളുണ്ട്. ഭക്ഷണം ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്നിരിക്കെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നല്ല ഭക്ഷണശീലങ്ങൾ വഹിക്കുന്ന പങ്ക് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമുക്ക് പിന്നെ പാഠഭാഗമായി തന്നിരിക്കുന്നത് അല്പമല്ല ഭുജിക്കുന്നു എന്നുള്ള ഭാഗമാണ്. അപ്പോഴേ അതുമായി ബന്ധിപ്പിച്ച് ഓരോ മനുഷ്യനും ആവശ്യമുള്ള ആഹാരം ഓരോ അളവിലാണ്. അമിത ആഹാരം കഴിക്കുന്നവരും വയറ് നിറഞ്ഞാലും ഭക്ഷണം നിർത്താത്തവരും നമുക്ക് ചുറ്റുമുണ്ട് എന്നൊക്കെയുള്ള ഒരു സൂചന അവിടെ തന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിലൊരിത്തിരി ഒത്താൽ മതിയേ മതി. ഒത്തിരി ഒന്നും വേണ്ട, കൊറ്റിലൊരിത്തിരി ഒത്താൽ മതിയേ മതി എന്നുള്ള ആ ഒരു പിന്നെ സ്ലൈഡിൻ്റെ വാക്യങ്ങളൊക്കെ തന്നിട്ട് ചിലപ്പോൾ നമ്മോട് അതിനെക്കുറിച്ചൊക്കെ എഴുതാനായിട്ട് പറയാം. ഭക്ഷണ സംസ്കാരത്തിൻ്റെ ചരിത്രവും വർത്തമാനവും വിശകലനം ചെയ്യുന്ന പിന്നെ പാഠഭാഗമാണിത്. മണ്ണ് കൊണ്ടോ അല്ലാതെ അവിടെ കൊളാഷിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഹോട്ടലുകൾ കടന്നു വരുന്നു. പണം നൽകി ഭക്ഷണം വാങ്ങി കഴിക്കുക എന്ന രീതി പ്രചാരത്തിലായി. ഹോട്ടൽ സംസ്കാരം എല്ലായിടത്തും അതിവേഗം പടർന്ന് പന്തലിച്ചു. അങ്ങനെ പുതിയ ഭക്ഷണവിഭവങ്ങളും ഭക്ഷണരീതിയും വ്യാപകമായി. പുതിയ ഭക്ഷണങ്ങളുടെ കടന്നുവരും ഉപയോഗവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭക്ഷണ വിതരണം ചെയ്യുന്ന രീതിയും പിന്നെ ഭക്ഷണ ആപ്പുകളെല്ലാം സാർവത്രികമായി. അതായത് ചിലപ്പോൾ ഇത് താരതമ്യം ചെയ്തുകൊണ്ട് പണ്ടത്തെ ഭക്ഷണകാല സ്ഥിതി ഇന്നത്തെ രീതിയൊക്കെ ചോദിച്ചാൽ നമുക്കത് എഴുതാൻ പറ്റും. അല്പമല്ല ഭുജിക്കുന്നു. കുഞ്ചൻനമ്പ്യാരുടെ പഞ്ചേന്ദ്ര ഉപാഖ്യാനം പറയാൻ തുടങ്ങുന്നുള്ള ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠം. പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. വിഭവങ്ങളുടെ വിശദീകരണം, വിളമ്പുകാരുടെ കൊതിയും ധൃതിയും ഭക്ഷണപ്പുരയിലെ ബഹളങ്ങൾ എന്നിവയെല്ലാം മനോരമമായി വർണ്ണിച്ചിരിക്കുന്നു. ഒപ്പം എത്ര കഴിച്ചാലും കഴുത്തോളം പൂർണ്ണമായി നിറഞ്ഞാലും തൃപ്തിയാകാത്ത മനുഷ്യർ നന്നായി കളിയാക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഭക്ഷണത്തോടുള്ള ആർത്തിക്ക് നേരെ തുറന്നു പിടിച്ചൊരു കണ്ണാടിയാണ് ഈ പാഠഭാഗം. മനുഷ്യൻ്റെ ഭക്ഷണ ആർത്തിക്ക് നേരെ തുറന്നു പിടിച്ചൊരു കണ്ണാടിയായിട്ടാണ് ഈ പാഠഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ അല്പമല്ല ഭുജിക്കുന്നു, കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. ഇവിടെ ഈ പരിഹാസ രൂപേണെ തന്നിരിക്കുന്ന ഭാഗം ചിലപ്പം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ഭക്ഷണപ്രിയരുടെ കൊതിയും ധൃതിയും, കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല എന്ന പ്രയോഗത്തിലെ പരിഹാസം, അമിതമായ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ, ഭക്ഷണം വിളമ്പുന്നവരുടെയും കഴിക്കുന്നവരുടെയും തിടുക്കവും ബഹളമല്ലാതെ നമുക്കിവിടെ ഈ വരികൾ കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രവ്യാഖ്യാനം പറയുന്നതിൽ സദ്യവനയുടെ വിവരണമാണിത്. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊരു സംശയവും കൂടാതെ നൽകുന്ന വിളമ്പുകാർ, അവിടുത്തെ ബഹളങ്ങൾ തുടങ്ങിയവയെല്ലാം മനോഹരമായി നമ്പ്യാർ വർണ്ണിച്ചിരിക്കുന്നു. ഇതോടൊപ്പം അമിത ഭക്ഷണക്കാരെ കണക്കിന് പരിഹസിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴുത്തോളം നിറഞ്ഞാലും ഇക്കൂട്ടർക്ക് ഏതൊരു തൃപ്തിയുമില്ലെന്ന് ഇവിടെ അദ്ദേഹം പരിഹാസ രൂപേണ നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ കാവ്യപ്രയോജന ഭംഗി കണ്ടെത്താൻ ചെറുതുമ്പ പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു. ഇവിടെ ഉപ്പിനെയും തുമ്പപ്പൂവിനെയും സാദൃശ്യപ്പെടുത്തിയ എന്താണെന്നുള്ള ചോദ്യം വന്നാൽ തുമ്പപ്പൂവിനെയും വെളുത്തുപ്പിനെയും ഇവിടെ താരതമ്യം ചെയ്തിരിക്കുകയാണ്. ചെറു തുമ്പപ്പൂവിനെ പോലെയുള്ള വെളുത്തുപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിറത്തിൻ്റെ തുല്യത കൊണ്ടാണ് ഇങ്ങനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇതൊരു സാദൃശ്യ കൽപ്പനയാണ്. ഒന്നിന് മറ്റൊന്നിനോട് സാദൃശ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യത കുറവാണ്. എന്നാലും നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. അതുമല്ല കണ്ണീർ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാൻ വെച്ചാൽ കണ്ണധികം നീറാണ്. കണ്ണ് പലപ്പോഴും നമ്മൾ കുഴപ്പിക്കുന്നൊരു സന്ധിയിലായിട്ട് ചോദിക്കാറുണ്ട്.
നീർ എന്നീ 2 പദങ്ങൾ ചേരുമ്പോൾ നീർ എന്നതിലെ ന എന്ന വർണ്ണം പോവുകയും പകരം അതേ സ്ഥാനത്ത് ന എന്നൊരു പുതിയ വർണ്ണം പകരം വരികയും ചെയ്യുന്നു. ഇതുപോലെ 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വരുന്നതിന് നമ്മൾ ആദേശം ചെയ്യുക എന്ന സംഖ്യയാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ട് വരും. കണ്ണധികം നീർ കണ്ണീർ എന്നുള്ളത് വെച്ചുകൊണ്ട് ചിലപ്പം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡിലെ നമ്മൾ പ്രധാന പോയിന്റുകളെല്ലാം തന്നെ സൂചന തന്നു കഴിഞ്ഞ് പാഠഭാഗങ്ങൾ നന്നായി വായിക്കുക. ആദ്യത്തെ പാഠഭാഗങ്ങളുടെ ശാന്തനികേതനോ സ്മാരകമൊക്കെ വായിച്ചു വെച്ചേക്കുക. അപ്പോഴേ ഈ ടീച്ചർ വായിച്ചു വിട്ട ഹാൻഡ് ബുക്കിലേക്ക് പ്രവർത്തനങ്ങളും പോയിൻ്റൊക്കെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് ഉപകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ ഈ പറയുന്ന കാര്യങ്ങൾ പാഠഭാഗങ്ങൾ നോക്കിയതിന് ശേഷം ഒന്ന് കേട്ട് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഓർമ്മയിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവർക്കും മലയാളം സെക്കൻഡ് പരീക്ഷ നന്നായിട്ട് എഴുതാനൊക്കെ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുകയാണ്. വീണ്ടും കാണാം. ബായ്.